ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം, നെക്സ്റ്റ് കമ്പോണൻസ് ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം, നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലേഔട്ട് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ. ഇവിടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ എല്ലാ കമ്പോണൻസും അടങ്ങിയിട്ടുള്ള ഒരു ലേഔട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം അടങ്ങിയിട്ടുള്ള ലേഔട്ടാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. എൻജിനിൽ നിന്ന് വീൽസിലേക്ക് പവർ കൊടുക്കുന്നത് അനുസരിച്ച്, ഏത് വീൽസിലേക്ക് പവർ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വാഹനങ്ങളെ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിട്ടും ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിട്ടും, അഥവാ റിയർ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവും വരുന്നത് 2 വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിട്ട്, നെക്സ്റ്റ് 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിട്ടും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ എൻജിൻ ഫ്രണ്ടിലായിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്, എൻജിൻ റിയർ അല്ലെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വെഹിക്കിൾസ് ഉണ്ട്. അതിനനുസരിച്ച് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ, ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ, അതുപോലെ റിയർ എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ, അതുപോലെ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ, ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അഥവാ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ എൻജിനും ഫ്രണ്ട് ആക്സിൽ അഥവാ ഫ്രണ്ടിലെ ആക്സിലേക്ക് പവർ കൊടുക്കുന്ന രീതിയിൽ ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിലായിട്ട് വരുന്ന സിസ്റ്റം, അതാണ് ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. ലൈവ് ആക്സിൽ, ഡെഡ് ആക്സിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ലൈവ് ആക്സിൽ എന്ന് പറഞ്ഞാൽ എൻജിനിൽ പവർ കൊടുക്കുന്ന ആക്സിലുകളാണ് ലൈവ് ആക്സിൽ എന്ന് പറയുന്നത്. ഡെഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ എൻജിനിൽ പവർ കൊടുക്കാത്ത ആക്സിലുകളെയാണ്, അഥവാ അവിടെ ജസ്റ്റ് സപ്പോർട്ടിങ് മെമ്പറായിട്ട് മാത്രം വരുന്നതാണ് ഡെഡ് ആക്സിൽസ്. അപ്പോൾ ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിലായിട്ട് ഫ്രണ്ടിൽ എൻജിൻ വരുന്ന വെഹിക്കിൾ, അഥവാ ഫ്രണ്ടിൽ എൻജിനും പവർ കൊടുക്കുന്നത് ഫ്രണ്ട് വീൽസിലേക്കാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് വെഹിക്കിളിനാണ് ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ലേഔട്ടിൽ കാണിച്ചിട്ടുള്ളത് അതുപോലത്തെ വെഹിക്കിളാണ് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ. റിയർ വീൽ എന്ന് പറഞ്ഞാൽ ബാക്ക് വീൽസിലേക്കാണ് ഇവിടെ ഫ്രണ്ട് എൻജിന് പവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിയർ ആക്സിൽ അല്ലെങ്കിൽ ബാക്കത്തെ ആക്സിലാണ് ലൈവ് ആക്സിലായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ റിയർ എന്നാണ് സാധാരണ വാഹനത്തിൻ്റെ കേസിൽ പറയുക, ബാക്ക് എന്ന് പറയാറില്ല. ഇപ്പോൾ റിയർ ആക്സിൽ ലൈവ് ആക്സിലായി വരുന്നത് ഫ്രണ്ടിൽ എൻജിൻ വരുന്നത് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന്, ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. സാധാരണ കോമൺ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ ചെറിയ കാറുകൾക്കാണ് നമ്മൾ കൂടുതൽ ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ, ഫ്രണ്ട് വീൽ സിസ്റ്റം, ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിലായിട്ട് വരുന്ന സിസ്റ്റം കൊടുക്കാറുള്ളത്. കാരണം അവിടെ സ്പേസ് കൂടുതൽ കിട്ടും. ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിലാവുമ്പോൾ അവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് പാസഞ്ചേഴ്സ് ക്യാബിനിൽ കിട്ടും. അതുപോലെ തന്നെ ചിലവ് കുറക്കാൻ കഴിയും. ചെറിയ വാഹനങ്ങൾക്കനുസരിച്ച് അതാണ് നല്ലത്.
എന്നാൽ കൂടുതൽ ട്രാക്ഷൻ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ് നല്ലത്. അതുകൊണ്ടാണ് ഹെവി വെഹിക്കിൾസിൽ അതൊക്കെ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ലോഡ് എടുക്കുന്ന വാഹനങ്ങളിൽ. അതുപോലെ കാറുകളാണ് SUV-കൾ, MUV-കൾ, ഇന്നോവ പോലത്തെ വാഹനങ്ങളൊക്കെ കൂടുതൽ വരുന്നത് ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. ചെറിയ വാഹനങ്ങൾ, ചെറിയ കാറുകളൊക്കെയാണ് കൂടുതൽ ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ വരുന്നത്. ഇനി ആൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ 2 വീൽ ഡ്രൈവും അതല്ലെങ്കിൽ 4 വീൽസിലേക്കും നമുക്ക് 2 ആക്സിലേക്കും അഥവാ 4 വീൽസിലേക്കും നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വെഹിക്കിളിൽ നമുക്ക് ഓഫ് റോഡ് കണ്ടീഷൻസിൽ 4 വീൽസിലേക്കും ഹൈവേകളിൽ 2 വീൽസിലേക്കും പവർ അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. അതാണ് 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ. എന്നാൽ ആൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 4 വീൽ, എല്ലാ സമയവും 4 വീൽസിലേക്കും പവർ കൊടുക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ചില വാഹനങ്ങളിൽ ഉണ്ടാവാം, ചില SUV-കളിൽ കുറച്ച് പവറും കാര്യങ്ങളും കൂടുതലുള്ള വെഹിക്കിൾസിൽ, കൂടുതൽ ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൽ, അല്ലെങ്കിൽ ഓഫ് റോഡ്സിന് മാത്രം യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൽ, അല്ലെങ്കിൽ ചില സ്പോർട്ടി ആയിട്ടുള്ള SUV-കളിലൊക്കെ കാണാൻ പറ്റും. ഫുൾ ടൈം ആൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ അല്ലെങ്കിൽ എല്ലാ വീൽസിലേക്കും എഞ്ചിനിൽ പവർ കൊടുക്കും. അവിടെ ഓപ്ഷൻ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവും 2 വീൽ ഡ്രൈവും തമ്മിൽ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വാഹനത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ലേഔട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഓഫ് എ കംപ്ലീറ്റ് ഓട്ടോമൊബൈൽ ഓഫ് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലേഔട്ട് നിങ്ങൾ വരച്ചെടുക്കണം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ എൻജിൻ ട്രാൻസ്മിഷൻ സിസ്റ്റം കമ്പോണൻസിൻ്റെ ഒരു ലേഔട്ട്, അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് നിന്ന് കിട്ടും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എൻജിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫ്ലൈ വീൽ. എൻജിൻ തന്നെ ഉള്ളതാണ് ഫ്ലൈ വീൽ. നെക്സ്റ്റ് ക്ലച്ച്. എൻജിൻ ഫ്ലൈ വീൽ കഴിഞ്ഞാൽ ഫ്ലൈ വീലുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ചിൽ നിന്ന് നേരെ എൻജിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഗിയർ ബോക്സിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷനിലേക്കാണ്. ആ ഗിയർ ബോക്സിന് നെക്സ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതുവഴി ഡിഫറൻഷ്യലിലേക്ക് എത്തുന്നു. ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ തന്നെ യൂണിവേഴ്സൽ ജോയിൻസ് ഉണ്ടാവും. നെക്സ്റ്റ് ഡിഫറൻഷ്യലിന് ആക്സിൽസ്, ലൈവ് ആക്സിൽ വഴി വീൽസിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് എൻജിനിലെ പവർ വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതൊരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ, ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം ലേഔട്ടാണ്. ഇനി അത് ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ, ഇവിടെ ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ ഫ്രണ്ട് ആക്സിൽ തന്നെ ആയിരിക്കും ലൈവ് ആക്സിൽ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഗിയർ ബോക്സും ക്ലച്ചും ഒക്കെ ഉണ്ടാവുക. നേരെ ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് ഒരു കണക്ഷൻ വരും, അതിൽ നിന്ന് നേരെ ഡിഫറൻഷ്യലിന് ആക്സിൽ വഴി വീൽസിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വിത്ത് യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല. പകരം യൂണിവേഴ്സൽ ജോയിൻറ്റ്സ് നമ്മൾ ആക്സിൽ, ഈ ലൈവ് ആക്സിലിന് പകരം ഇവിടെ ലൈവ് ഹാഫ് ഷാഫ്റ്റുകൾ എന്ന് വിളിക്കും. ആ ഹാഫ് ഷാഫ്റ്റുകളിലാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ലേഔട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 വീൽ ഡ്രൈവ് വെഹിക്കിളിൻ്റെ ലേഔട്ടാണ്, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ടാണ്. ഇതിൻ്റെ കേസിലാവുമ്പോൾ 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റും 4 യൂണിവേഴ്സൽ ജോയിൻസും 2 ഡിഫറൻഷ്യലും ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും ലൈവ് ആക്സിലായിട്ട് വരും ചെയ്യും. അത്രയും കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ വരുന്നത്. പിന്നെ ഇതിൽ ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കേസ് എന്ന് പറഞ്ഞിട്ട്, ഗിയർ ബോക്സ് കഴിഞ്ഞിട്ട് 2 വീൽസിലേക്കും സെപ്പറേറ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഗിയർ ബോക്സ്, അതിനെ ട്രാൻസ്ഫർ ബോക്സ് എന്ന് വിളിക്കുന്നത്, അതും ഉണ്ടാവും.
അപ്പോൾ ഈ ഒരു ലേഔട്ടും നിങ്ങൾ ക്ലിയർ ആയിട്ട് വരച്ചെടുത്ത് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലച്ചുകളെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെക്കുറിച്ച് ഒരാകത്തുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് പഠിക്കുന്നത് ക്ലച്ചുകളെ കുറിച്ചാണ്, അഥവാ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള എൻജിൻ നേരെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, എൻജിൻ നേരെ ഗിയർ ബോക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, അഥവാ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആവശ്യാനുസരണം എൻജിനെ ഗിയർ ബോക്സിൽ നിന്നും അഥവാ ബാക്കി റെസ്റ്റ് ഓഫ് പവർ ട്രെയിനിൽ നിന്നും വീൽസിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ക്ലച്ചിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് ക്ലച്ച് വാഹനത്തിൽ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളത്, പല പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൊക്കെ ഇൻഡസ്ട്രീസിലും എല്ലായിടത്തും ക്ലച്ച് യൂസ് ചെയ്യാറുണ്ട്. Clutch is a mechanism which enables the rotary motion of one shaft to be transmitted to second shaft, whose axis is coincident with that of first. എന്താണ് പറഞ്ഞത്? ക്ലച്ച് എന്ന് പറഞ്ഞ ഒരു മെക്കാനിസമാണ്. അതെന്താ ചെയ്യുന്നത്? വിച്ച് എനേബിൾസ്, അത് എനേബിൾ ചെയ്യുന്നു, അത് സാധിപ്പിക്കുന്നു, ദ റോട്ടറി മോഷൻ ഓഫ് വൺ ഷാഫ്റ്റ് ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദി സെക്കൻഡ് ഷാഫ്റ്റ്, ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിഷനെ സാധിപ്പിക്കുന്നു. ഹൂസ് ആക്സിസ് ഈസ് കോയിൻസിഡന്റ് വിത്ത് ദാറ്റ് ഓഫ് ഫസ്റ്റ്, ആ രണ്ട് ഷാഫ്റ്റുകളുടെയും പ്രത്യേകത എന്താണ്? ആ ഷാഫ്റ്റ്, ഒരു ഷാഫ്റ്റും മറ്റൊരു ഷാഫ്റ്റിൻ്റെയും ആക്സിസ് കോയിൻസിഡൻ്റ് ആണ്, രണ്ടിൻ്റെയും ആക്സിസ് ഒരേ ലൈനിലാണ്, രണ്ടും കോയിൻസിഡൻ്റ് ആണ്. അങ്ങനത്തെ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിഷൻ, നമുക്ക് ആവശ്യാനുസരണം പവർ ട്രാൻസ്മിറ്റിങ് ചെയ്യാൻ, നമുക്ക് ആവശ്യമുണ്ടാകും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും പവർ ഡിസ്കണക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് എന്ത്? ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ്, എൻജിനും ഗിയർ ബോക്സിനിടയിലാണ് ക്ലച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലച്ച് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പവർ ഫ്ലോ നടക്കും, അതാ എൻജിനിൽ നിന്ന് ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി വീൽസിലേക്ക് പവർ ഫ്ലോ നടക്കും, അഥവാ വാഹനം നീങ്ങും. ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാണ്. ക്ലച്ച് പെഡൽ റിലീസ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ, ക്ലച്ച് പെഡലിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലച്ച് എൻഗേജ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്, അപ്പോഴാണ് വണ്ടി നീങ്ങുന്നത്. ഇനി ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്നത് അപ്പോഴൊക്കെയാണ്? വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിൽ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യും. എന്നാൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ച് എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിൽ അവിടെ ക്ലച്ച് ഡിസെൻഗേജ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ഗിയേഴ്സ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യണം. സ്റ്റോപ്പിംഗ് ദ വെഹിക്കിൾ ബ്രേക്ക് അമർത്തി നമ്മൾ നിർത്തുന്ന സമയത്ത് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യണം. നെക്സ്റ്റ് ഐഡ്ലിംഗ് ദ എൻജിൻ സ്റ്റാർട്ടിങ്ങിലിട്ട് കിടക്കുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷനിലാണ് സമയത്ത് എല്ലാ വെഹിക്കിളിലും ഇല്ല, സാധാരണ മാനുവൽ ഗിയർ ബോക്സിൽ ന്യൂട്രൽ പൊസിഷനിലെ അവസ്ഥയിൽ ക്ലച്ച് എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിൾസിൽ ഐഡ്ലിംഗ് സമയത്തും ക്ലച്ച് ഡിസെൻഗേജ്ഡ് ആയിരിക്കും. ഇനി ക്ലച്ച് എൻഗേജ്ഡ് കണ്ടീഷൻ എപ്പോഴാണ്? വാഹനം നീങ്ങുമ്പോഴൊക്കെ. അതുപോലെ മാനുവൽ ട്രാൻസ്മിഷൻ കേസിലാണെങ്കിൽ ഐഡ്ലിംഗിലും സ്റ്റാർട്ടിങ്ങിലും ഒക്കെ എന്താണ്? ക്ലച്ച് എൻഗേജ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻ ഓഫ് ക്ലച്ചാണ്. ക്ലച്ചിൻ്റെ ഫങ്ഷൻ എന്താണ്? ക്ലച്ചിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്കറിയാം. ടു പെർമിറ്റ് എൻഗേജ്മെൻറ്റ് ഓർ ഡിസെൻഗേജ്മെൻറ്റ് ഓഫ് ഗിയർ വെൻ വെഹിക്കിൾ ഈസ് സ്റ്റേഷനറി ആൻഡ് എൻജിൻ ഈസ് റണ്ണിങ്. എൻജിൻ റൺ ചെയ്യുന്നുണ്ട്, എന്നാൽ വാഹനം മൂവ് ചെയ്യുന്നില്ല, വാഹനം മൂവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ആ സമയങ്ങളിലൊക്കെ എൻജിനിൽ നിന്നുള്ള
പവർ വാഹനത്തിലേക്ക് ടയറിലേക്ക് ഡിസ്കണക്റ്റ് ചെയ്യാൻ, അതുപോലെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കണക്റ്റ് ചെയ്യാനും, എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പെർമിറ്റ് ചെയ്യുന്ന ആളാണ് ക്ലച്ച് നമുക്ക് എന്ത് ചെയ്യുക, ക്ലച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എൻജിനിലെ പവർ വീൽസിലേക്ക് അഥവാ വെഹിക്കിളിലേക്ക് ഉദ്ദേശിച്ച് വീൽസിലേക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പവർ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും. അപ്പോൾ ക്ലച്ച് ഡയറക്റ്റ്ലി വീലിലേക്കല്ല കണക്ട് ആയില്ല, പക്ഷേ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ കമ്പോണൻസ് ത്രൂ വീൽസിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് വീലിലേക്ക് പവർ എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, റോഡ് വീലിലേക്ക് പവർ ഷോക്ക് കൂടാതെ എത്തിക്കാൻ, ടു ട്രാൻസ്മിറ്റ് ദ എൻജിൻ പവർ ടു റോഡ് വീൽസ് സ്മൂത്ത്ലി വിത്തൗട്ട് ഷോക്ക് ടു ദി ട്രാൻസ്മിഷൻ സിസ്റ്റം വൈൽ സെറ്റിംഗ് ദ വീൽ ഇൻ മോഷൻ. നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത്, വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്, അതുപോലെ നിർത്തുന്ന സമയത്തൊക്കെ സ്മൂത്തായിട്ട് എൻജിനിലെ പവർ വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഷോക്കൊന്നും കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലച്ചിൻ്റെ അനദർ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എൻഗേജിങ് ഓഫ് ഗിയേഴ്സ്, to permit the engaging of gears when the vehicle is motion without damaging the gear wheels. ഗിയർ വീൽസിന് അല്ലെങ്കിൽ ഗിയേഴ്സിന് കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ വാഹനം പോകുന്നതിനിടയിൽ അല്ലെങ്കിൽ എൻജിൻ റൺ ചെയ്യുന്നതിൽ ഗിയർ ചേഞ്ചിങ്ങിന് പെർമിഷൻ അല്ലെങ്കിൽ ഗിയർ ചേഞ്ചിങ്ങിനെ സാധിപ്പിക്കുന്നതും ക്ലച്ചിൻ്റെ ഫങ്ഷനാണ്. അഥവാ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട്, ക്ലച്ച് അമർത്തിക്കൊണ്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ സ്മൂത്താവും. അഥവാ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിലേക്കുള്ള പവർ കട്ട് ചെയ്താൽ ഗിയർ ചേഞ്ചിങ് സ്മൂത്താവും. അപ്പോൾ അതിനും പെർമിറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലച്ചാണ്. അതും ക്ലച്ചിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻ ഓഫ് ക്ലച്ച് വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലച്ചസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.